നമസ്കാരം. അഗ്നിജ്വാലകൾ ഉയരുന്ന നിലയിൽ പൊള്ളുന്ന ചൂടുള്ള മൺചട്ടി കയ്യിലേന്തി ദേവി മന്ത്രങ്ങൾ ജപിച്ച് നഗ്നപാതരായി ക്ഷേത്രത്തിലെത്തും. പിന്നെ ക്ഷേത്രത്തിന് വലം വെച്ച് ശ്രീകോവിലിന് മുന്നിലെത്തി അഗ്നിച്ചട്ടി സമർപ്പണം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രധാന വഴിപാടായ അഗ്നിച്ചട്ടി എഴുന്നള്ളത്തിന്റെ നേർക്കാഴ്ച ഇങ്ങനെ. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിശേഷിച്ചും ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന പ്രധാനപ്പെട്ട വഴിപാടാണ് അഗ്നിച്ചട്ടി എഴുന്നള്ളത്ത്. ഈ വഴിപാടിൽ പങ്കാളികളാവുന്നതോടെ ഭഗവതിയുടെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാമെന്നും ആഗ്രഹങ്ങൾ സഫലമാവുമെന്നും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുമെന്നും മറ്റുമാണ് ഭക്തരുടെ വിശ്വാസം. മൺചട്ടിയിൽ ചെറിയ വിറകുകൊള്ളികൾ ഇട്ട ശേഷം കൽക്കണ്ടവും കർപ്പൂരവും നിക്ഷേപിച്ച് അഗ്നി പകരുന്നു. ഇതിനുശേഷം ചൂടുള്ള ഈ ചട്ടി ഭക്തർ കയ്യിലെടുത്ത് ക്ഷേത്രത്തിലേക്കെത്തും. തുടർന്ന് ക്ഷേത്രം വലം വെച്ച് തീച്ചട്ടി ശ്രീകോവിലിന് മുന്നിൽ സമർപ്പിക്കുന്നതോടെ വഴിപാട് പൂർത്തിയാകും. കിഴക്കൻ മേഖലയിൽ പ്രത്യേകിച്ച് അഞ്ചുനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രധാന ചടങ്ങുകളിലൊന്നാണ് അഗ്നിച്ചട്ടി എഴുന്നള്ളത്ത്. മറയൂർ കോവിൽക്കടവ് ശ്രീ മാരിയമ്മൻ, ശ്രീ കാളിയമ്മൻ, ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയ അഗ്നിച്ചട്ടി എഴുന്നള്ളത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. അതെ 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 ഞാൻ കുറേ നാളത്തെ ആഗ്രഹമാണ് സാധിച്ച് ഫ്രീ ആയിട്ട് 6 ലക്ഷം രൂപയ്ക്ക് പണി തരുക. ഈ ജോജി ഇല്ലേ, ജോജി ഫണ്ടിലെ എല്ലാവർക്കും എന്നെ കൂത്തലില്ല അതില്. നന്നായിട്ടുണ്ട്. നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ ഇല്ലേ? ഇത്രയും പേരില്ലേ നാട്ടിൻ പുറത്തൊക്കെ? ചൂടായി കഴിഞ്ഞിട്ടാണ് അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് തീച്ചട്ടി. നല്ല ചൂടായിരിക്കും. വേപ്പള കുറച്ച് പിടിക്കും. അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ கொஞ்சம் தள்ளுங்களே அம்மா. அதுக்கிட்ட இல்லைங்கம்மா, பக்கத்துல. அம்மா பக்கத்துல
வந்தவுடன் பாலாபிஷேகம் நடக்கும் என்பதை தெரிவித்துக் கொண்டிருக்கிறேன். കോവിൽക്കളവ് തെങ്കാശിനാഥൻ ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് വി മുത്തു, സെക്രട്ടറി രാജ ശക്തിവേൽ, ഖജാൻജി എം ദൊരൈപാണ്ടി എന്നിവരും സഹഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.